ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കർമ്മല കുസുമം, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ശല്യക്കാരായ പാമ്പാറയുടെയും മാണിപ്പറമ്പിലുടെയും കൂട്ടുകാര്. എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണമെന്ന് ഞാൻ സൂചിപ്പിക്കാം. അതിനു മുമ്പ് ഞാനൊരു കഥ പറയാം. കഥയല്ല, ഉണ്ടായ സംഭവം. പൂനെ പേപ്പൽ സെമിനാരിയിൽ ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പോൾ ക്ലാസ്സിനിടയ്ക്ക് ഒരു സെമിനാരിക്കാരനോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഉത്തരം പറയാനായിട്ട് ഈ സെമിനാരിക്കാരൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ഇംഗ്ലീഷിൽ ഇങ്ങനെ ഉത്തരം പറയാൻ തുടങ്ങി. ഐ തിങ്ക് ഞാനിങ്ങനെ വിചാരിക്കുന്നു, അല്ലേ, ഐ തിങ്ക് ഇങ്ങനെയാണ് എൻ്റെ വിചാരം. പ്രൊഫസർ പറഞ്ഞു, യു നീഡ് നോട്ട് എ തിങ്ക്. നീ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നീയൊക്കെ എന്ത് ചിന്തിക്കണമെന്ന് ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. നീ ഇതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഐ തിങ്ക് എന്ന് പറഞ്ഞു തുടങ്ങിയ ആ സെമിനാരിക്കാരനോട് പ്രൊഫസർ പറഞ്ഞു, നീ അങ്ങനെ തിങ്ക് ചെയ്യണ്ട. നീയും നിന്നെപ്പോലുള്ളവരും എന്ത് ചിന്തിക്കണമെന്ന്, എന്ത് തിങ്ക് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സീറോ മലബാർ സഭ. നമ്മൾ സാധാരണക്കാരായ മനുഷ്യര് സത്യത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ കുർബാനയെക്കുറിച്ചോ ചിന്തിക്കണ്ട. എന്തൊക്കെ വേണമെന്ന് ഞങ്ങള് മെത്രാന്മാര് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം നടപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ള തീരുമാനമൊന്നുമല്ല. ഞങ്ങള് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നടപ്പാക്കേണ്ടത് ഞങ്ങൾ പിന്നെ തീരുമാനിക്കും. നിങ്ങളുടെ ചിന്തയെ ഇല്ലാതാക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനമാണത്. നിങ്ങൾ കുർബാനയെക്കുറിച്ച് വേവലാതിപ്പെടണ്ട. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. നടപ്പാക്കാൻ താല്പര്യമില്ലാത്തൊരു തീരുമാനം. നിങ്ങൾ ഇതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം. കുർബാന നമുക്ക് വേണ്ടിയുള്ളതല്ലേ, നമ്മൾ പങ്കെടുക്കേണ്ടതല്ലേ. പക്ഷെ അവര് പറയുന്നത് നിങ്ങൾ അതേക്കുറിച്ച് ആവലാതിപ്പെടണ്ട, ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ലിറ്റർജി ഞങ്ങളുടെ വിഷയമാണ്, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നടപ്പാക്കാനുള്ള തീരുമാനമല്ല, നിങ്ങൾ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം. ഈ ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ. കുർബാനയിൽ പങ്കെടുക്കേണ്ട ജനങ്ങള് കുർബാനയെക്കുറിച്ച് വേവലാതി വേണ്ട എന്ന് പറയുകയും അവർക്കിഷ്ടമില്ലാത്തതും സഭ താല്പര്യപ്പെടാത്തതും സഭ ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ചതും ആയുള്ള കുർബാനയിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുന്ന ഒരു തരം സഭാ നേതൃത്വം, പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന സഭാ നേതൃത്വം എന്ന് പറയാം. തങ്കവിഗ്രഹങ്ങൾ വീണുടയുന്നു എന്ന ശീർഷകത്തില് കർമ്മലകുസുമം മാസികയിലെ ഒരു ലേഖനം വന്നു. സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്കെതിരെയുള്ള ഒരു ലേഖനമാണത്. അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു മെത്രാനോട് അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ മെത്രാൻ പറഞ്ഞു, ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ഒരു ദിവസമാണ് ഈ ലേഖനത്തിന്റെ ആയുസ്. ഏതാനും നിമിഷ നേരത്തേക്ക്. ഈ ലേഖനത്തിന് വലിയ ആയുസൊന്നുമില്ല. അതിന് ഒരു കൊടുങ്കാറ്റാകാനുള്ള ശക്തിയുമില്ല. ചായക്കോപ്പയിലെ ഒരു കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ശക്തി ഉണ്ടാവും? ഈ ലേഖനം ഉയർത്തുന്ന വിമർശനങ്ങൾ അത് എത്രമാത്രം സത്യസന്ധമാണെങ്കിലും അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾ മെത്രാന്മാർ തയ്യാറല്ല എന്ന് ധ്വനി. ദൈവജനത്തിന്റെ വേദനകളാണ് കർമ്മലകുസുമത്തിലെ ലേഖനത്തിലൂടെ വന്നത്. അത് മനസ്സിലാക്കാനോ അതിനോട് താതാത്മ്യം പ്രാപിക്കാനോ ആ വേദനകൾ തങ്ങളുടെ വേദനയാണ്, സഭയുടെ വേദനയാണ്, സഭയുടെ മുറിവാണ് എന്നൊക്കെ ചിന്തിക്കാനോ അതിന് പരിഹാരം കാണാനോ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞത്. എങ്കിലും ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് ഈ തങ്കവിഗ്രഹങ്ങൾ വീണുടയുന്നു എന്ന ശീർഷകത്തിലുള്ള ആ ലേഖനം, കർമ്മലകുസുമത്തിലെ ലേഖനം, അതിനു മുമ്പും പല ലേഖനങ്ങൾ അവർ എഴുതിയിട്ടുണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റല്ല. വിശ്വാസമാണ് അബ്രഹാമിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ തുടർച്ചയില് വിശ്വാസത്തിന്റെ പരമകാഷ്ഠയിലെത്തിയതാണ് പുതിയ നിയമം. ഈ ദൈവത്തിലേക്ക് തിരിച്ചു നടക്കാൻ ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. ഈ ബാബേൽ ഗോപുരം പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ദൈവം വിളിക്കുന്നത് തിരിച്ചു നടക്കാൻ, ദൈവത്തിലേക്ക് തിരിച്ചു നടക്കാൻ. അപ്പോൾ അബ്രാഹം തിരിച്ചു നടക്കുന്നു.
പക്ഷെ ആ തിരിച്ചു നടപ്പിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് ഹെബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും ദൈവം തന്നെ അടിത്തറയായി ഉള്ളതുമായ നഗരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അബ്രഹാമിനെ വിശ്വാസത്തിന്റെ ചുവടുവെപ്പ് നടത്താൻ പ്രേരിപ്പിച്ചത്. ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതും ദൈവം തന്നെ അടിത്തറയായി ഉള്ളതുമായ നഗരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അതാണ് അബ്രഹാമിനെ വിശ്വാസത്തിന്റെ ചുവടുവെപ്പ് നടത്താൻ പ്രേരിപ്പിച്ചത്. ആ വിശ്വാസത്തിൽ പങ്കുചേർന്ന ഞങ്ങള്, വിശ്വാസത്തിന്റെ മനുഷ്യരായ ഞങ്ങൾക്ക് ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റല്ല. ദൈവം നൽകുന്ന ശക്തമായ സൂചനയാണ്. ഈശോ നൽകുന്ന ഒരു അടയാളമാണ്. സഭയുടെ സുറിയാനി സ്വത്വവും ആഴമേറിയ ഐക്യതയും ജീവിത ലക്ഷ്യവും കണ്ടെത്താൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവം നൽകുന്ന കാലത്തിന്റെ അടയാളങ്ങളാണ് ഞങ്ങൾക്കിത്. എറണാകുളത്തെ ശീഷ്മയില്, പ്രത്യേകിച്ചും എറണാകുളത്തെ 2 മെത്രാന്മാരുടെ ശീഷ്മയില് ഉൾപ്പെടാൻ തയ്യാറല്ലാത്ത ദൈവജനം അപ്പുറത്ത് ഉണ്ട് എന്നുള്ള വെളിപ്പെടുത്തലിന്റെ, ഓർമ്മപ്പെടുത്തലിന്റെ, മുന്നറിയിപ്പിന്റെ, താക്കീതിന്റെ അടയാളമാണത്. ആരോഗ്യമുള്ള ഏത് സമുദായത്തിനും വേണ്ടതാണ് ചരിത്രബോധവും ഉറവിടങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കും. നമ്മൾ ഭാരതീയത എന്ന് പറയുമ്പോഴോ ഒക്കെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ചരിത്രം, നമ്മുടെ സംസ്കൃതി. ആ സംസ്കൃതിയെയും ചരിത്രത്തെയും തമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഭാരതത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ഘട്ടത്തിലും കഴിയില്ല. ഒരു സമുദായത്തിനും കഴിയില്ല. ഈ ക്രിസ്ത്യൻ സമുദായത്തെ, ക്രിസ്തീയ സമുദായത്തെ പറ്റി പറയുമ്പോൾ ദൈവത്തിങ്കിലേക്കുള്ള മടക്കയാത്രയാണ് ഈ ഉറവിടങ്ങളിലേക്ക് തിരിച്ചുപോക്കെന്ന് പറഞ്ഞാൽ. ഉറവിടങ്ങളിലേക്ക് തിരിച്ചുപോക്കെന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്കുള്ള മടക്കയാത്രയാണ്, ഈശോയിലേക്കുള്ള മടക്കയാത്രയാണ്. അതിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ക്രിയാത്മകമായ വിമർശനം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വ്യതിചലിക്കും. ആ വ്യതിചലനത്വം തിരിച്ചറിയാനാണ് ക്രിയാത്മക വിമർശനം. വ്യതിചലനം എവിടെ സംഭവിച്ചു എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ക്രിയാത്മക വിമർശനം. ഇപ്പോൾ അത്തരം ക്രിയാത്മക വിമർശനങ്ങൾ പറയാൻ വേദിയില്ലാതായി. ഇപ്പൊ മുഴുവൻ ഫ്ലാറ്ററിയാണ്, പുകഴ്ത്തലാണ്. സ്തുതിപാഠകരുടെ പുകഴ്ത്തലുകളാണ് എല്ലാവരുടെയും കാണുന്നതും കേൾക്കുന്നതും. അതിൽ മെത്രാന്മാരോ വൈദികരോ ഒന്നും ഒരു വ്യത്യാസമില്ലാതായിരിക്കുന്നു. സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ പറ്റുന്നവരില്ലാതായിരിക്കുന്നു. വേദികളില്ല, സത്യം പറയുന്നവരില്ല, സത്യസന്ധമായി സംസാരിക്കുന്നവരില്ല. വാക്കുകൾക്ക് വിലയില്ലാതായി. വെറുതെ പുകഴ്ത്തലുകള്, അതും എന്താ പറയാ, അപാരമായ സാമാന്യ യുക്തിക്കോ സാമാന്യ ബോധത്തിനോ ചേരാത്ത പുകഴ്ത്തലുകള്. അപ്പോൾ ക്രിയാത്മകമായ വിമർശനത്തിനുള്ള വേദികളില്ലാതായി. ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് ഗൗരവമായി ചർച്ച ചെയ്യാത്ത ഒരു സ്ഥിതിവിശേഷം ഉടലെടുത്തിരിക്കുന്നു. തീർന്നില്ല, പറയുന്നവരെ ഒറ്റപ്പെടുത്തി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് പതിവാക്കിയിരിക്കുന്നു. വല്ലപ്പോഴും ഒരിക്കലല്ല, അതൊരു പതിവായി. അപ്പോൾ പൊതുവിടങ്ങളിലും, ഈ കർമ്മല കുസുമം പോലെയുള്ള പൊതുവിടങ്ങളിലും തെരുവിലും ഇക്കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തേണ്ടി വരുന്നു. അത് നിർബന്ധിക്കപ്പെടുകയാണ്. ജനത്തെ ദൈവത്തോടൊപ്പം നിർത്താൻ, വിശ്വാസത്തിൽ തുടരാൻ, ഈ ശീഷ്മയിൽ പോകാതിരിക്കാൻ, മെത്രാന്മാരുടെ അഴകൊടമ്പൻ രീതിയിൽ തളർന്നു പോകാതെ സഭയ്ക്ക് വേണ്ടി പോരാടാൻ വേണ്ടി, ദൈവത്തിൽ തുടർന്ന് ആശ്രയിക്കാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് പൊതുവിടങ്ങളിൽ വന്ന് ഇതുപോലുള്ള കർമ്മലകുസുമം പോലെയുള്ള മാസികകളോ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊതുവിടങ്ങളിലൊക്കെ വരുന്നത് ഒരുപാട് പേരുണ്ട്. ഞാനൊന്നും തന്നെയൊന്നുമല്ല. അങ്ങനെ വരുന്നതിന് കാരണം ഈ പറഞ്ഞ ഈ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ദൈവജനത്തെ സഹായിക്കാൻ വേണ്ടിയാണ്. ചില രാഷ്ട്രീയ കക്ഷികൾക്കെന്ന പോലെ ചില മെത്രാന്മാർക്ക് കസേരയാണ് മാനദണ്ഡം, ക്രൈറ്റീരിയൻ. മാനദണ്ഡം കസേരയാണ്. ദൈവജനം എന്ന പ്രജ നീതിയായി എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്താൽ അവർ ഭീഷണിപ്പെടുത്തും. കാരണം കസേരയ്ക്ക് അത് ദോഷമാണ്. രാഷ്ട്രീയക്കാരെയും പോലീസിനെയും പിന്നെ കാനൻ ലോയൊക്കെ ഉപയോഗിച്ച് അവർ ഉപദ്രവിക്കും. അപ്പൊ കാനൻ ലോ ഏട്ടിലെ പശുവല്ല. പിന്നെ അവർ തെരുവിലേക്ക് ഇറക്കി വിടും. അപ്പോൾ അതുവരെ കൂടെ നിന്നവരെല്ലാം അവരെയും കൈവിടും. അപ്പൊ അവരെ കൈവിടും, അവരൊറ്റപ്പെടും. അങ്ങനെ ഒറ്റപ്പെടുമ്പോൾ ഈ കസേര വിജയിച്ചു എന്നാണ് വിചാരിക്കുന്നത്, ഇല്ലേ? ഒറ്റപ്പെട്ടു, അവർ തളർന്നു പോയി. അപ്പോ ഇനി വലിയ പ്രശ്നങ്ങളൊന്നും കസേരയ്ക്ക് ഉണ്ടാകില്ല. ദൈവജനം തെരുവിൽ വിചാരണ ചെയ്യപ്പെടുകയും വിധി നേരിടേണ്ടി വരികയും ചെയ്യുന്നു. അവർ തളർന്നു പോകുന്നു. അപ്പോൾ കസേരയ്ക്ക് കോട്ടമില്ലെന്ന് ഈ കസേര മാനദണ്ഡമാക്കിയിരിക്കുന്ന മെത്രാന്മാരോ അല്ലെങ്കിൽ അധികാരികളോ വിചാരിക്കുന്നു. സീറോ മലബാർ സഭയിലെ മെത്രാന്മാര്
തങ്ങളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാത്തത് കൊണ്ടാണ് ദൈവജനം തെരുവിൽ ഇറങ്ങേണ്ടി വന്നത്. സഭാമക്കൾ നീതി തേടി തെരുവിലാണ്. അവർക്ക് ശക്തിയില്ലല്ലോ, അല്ലേ? അവർക്ക് 5000 പേരെവിടെ, 50,000 പേരെവിടെ ചോദിക്കുന്നു. അങ്ങനെയാണോ നിങ്ങൾ പരിശീലിപ്പിച്ചിരിക്കുന്നത്? അച്ഛന്മാർക്ക് വരും, മെത്രാന്മാർക്ക് വരും, യാതൊന്നും പറയരുതെന്നാണ് ശീലിപ്പിച്ചിരിക്കുന്നത്. അത് വിട്ടൊഴിയാൻ അത്ര എളുപ്പമല്ല. അത് നല്ല ശീലമായിരുന്നു വാസ്തവത്തിൽ. കാരണം ദൈവത്തിന്റെ മനുഷ്യരായിരുന്നു വൈദികരും മെത്രാന്മാരും. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ മനുഷ്യരെ പോലെ അവരെ കേട്ടിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല പലപ്പോഴും. അതുകൊണ്ടാണ് തെരുവിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോഴും ജനത്തിനൊരു മടിയുണ്ട്. എന്താ കാര്യം? ദൈവത്തിന്റെ പേരിലാണല്ലോ മെത്രാനും വൈദികനും ഒക്കെ. ആ ഒരു ദൈവഭയം മനുഷ്യർക്കുള്ളത് കൊണ്ടാണ് തെരുവിലിറങ്ങാൻ മടിക്കുന്നത്. ഈ സഭയുടെ തീരുമാനങ്ങൾ അനുസരിക്കാത്തവരെ സംരക്ഷിക്കാനായി വഴിവിട്ട നടപടികൾ എടുക്കുന്ന മെത്രാന്മാർ സീറോ മലബാർ സഭയ്ക്ക് ഒരു ബാധ്യത തന്നെയാണ്. സഭയുടെ തീരുമാനങ്ങൾ അനുസരിക്കാത്തവരെ സംരക്ഷിക്കാൻ വേണ്ടി വഴിവിട്ട നടപടികൾ എടുക്കുന്ന ഈ സമവായ മാർഗരാഗം പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ആ മെത്രാന്മാർ സഭയ്ക്ക് ബാധ്യത തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല, പക്ഷെ അത് ബാധ്യതയാണ്. കുർബാന പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തില് മെത്രാന്മാരുടെ തീരുമാനങ്ങളും നിലപാടുകളും അവർ നടത്തിയ നേരും നെറിവുമില്ലാത്ത ചർച്ചകളും അവരുടെ നിലവാരം പൊതുസമൂഹത്തിന് മുമ്പ് വെളിപ്പെടുത്തി കഴിഞ്ഞു. എന്താണ്? തറയല്ല, തത്തറ. കുർബാന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ തീരുമാനങ്ങള്, നിലപാടുകള്, അവർ നടത്തിയ നേരും നെറിവുമില്ലാത്ത ചർച്ചകള്, സമവായങ്ങള്, ഒത്തുതീർപ്പുകള് എല്ലാം മെത്രാന്മാര് ദൈവത്തിന്റെ മനുഷ്യരല്ല എന്ന തോന്നലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് അവർ തന്നെ ഉണ്ടാക്കിയതാണ്. ചില സംഘടനകൾക്ക് സംഘബലമാണ് മുഖ്യം. സംഘബലം, ആദർശമൊന്നും അവിടെ പ്രധാനപ്പെട്ടതല്ല. അവിടെ പണവും സംഘബലവുമാണ് മുഖ്യം. തിന്മയ്ക്ക് വേണ്ടി അവർ ഒറ്റക്കെട്ടായി നിൽക്കും. ഒറ്റക്കെട്ടെന്ന് പറയുന്നത് തിന്മയ്ക്ക് വേണ്ടിയുള്ള ഒറ്റക്കെട്ടാണ്. ഇനി ആ സംഘടന അംഗങ്ങളെ എന്ത് വില കൊടുത്തും അവർ സംരക്ഷിക്കും. കാരണം പണവും ഈ ഒറ്റക്കെട്ടുമാണ് അവരുടെ ബലമെന്ന് വിചാരിക്കുന്നു. ആരെയും തെരുവിലേക്ക് അവർ വിടുകയില്ല. അത് ഈ ഒറ്റക്കെട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. തിന്മയുടെ കെട്ടുപൊട്ടിക്കാൻ ആരെയും അവർ അനുവദിക്കില്ല. ആരെങ്കിലും ആ കെട്ട് പൊട്ടിച്ച് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവരെ കായികമായി നേരിടാനും മടിക്കില്ല. ഇതാണ് പല പള്ളികളിലും സംഭവിക്കുന്നത്. ഏകീകൃത കുർബാന നടക്കുന്ന പല പള്ളികളിലും കെട്ട് പൊട്ടിച്ച് പുറത്തു പോയവരെ അവർ കായികമായി ആക്രമിക്കുന്നു, അല്ലെങ്കിൽ കുർബാനയെ ആക്രമിക്കുന്നു. അക്രമം ഭീരുക്കളുടെ ശൈലിയാണ്. ഈ കാട്ടിക്കൊടുത്ത അക്രമങ്ങളൊക്കെ ഭീരുക്കളുടെ ശൈലിയാണ്. ധീരന്മാർക്ക് അക്രമം കാണിക്കേണ്ട കാര്യമില്ല. ഈ സംഘബലമുള്ള സംഘടനകളുണ്ടല്ലോ, പണവും സംഘബലമുള്ളത്, അവരുടെ മുദ്രാവാക്യങ്ങൾക്ക് ഭയങ്കര ശക്തിയാണ്. എന്താ കാര്യം? അവരുടെ ആദർശങ്ങൾക്ക്, അടിത്തറയിൽ നിൽക്കുന്ന ആദർശങ്ങൾക്ക് ബലക്ഷയമുണ്ട്. നാളെ സൂര്യൻ ഉദിക്കും എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ തൊണ്ട പൊട്ടുമാറ ഉച്ചത്തിന് പറയേണ്ട കാര്യമുണ്ടോ? നാളെ സൂര്യൻ ഉദിക്കും. അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും സൂര്യൻ ഉദിക്കും. അപ്പോ സത്യത്തിന് ബലക്ഷയമുണ്ടെങ്കിൽ മുദ്രാവാക്യങ്ങൾക്ക് ഒച്ച കൂടും. സത്യത്തിന് നല്ല ബലമുണ്ടെങ്കിൽ മുദ്രാവാക്യം തന്നെ ആവശ്യമുണ്ടാകില്ല. ഈ സംഘടനകള് സംഘബലവും പണവും ഉപയോഗിച്ച് മുദ്രാവാക്യങ്ങൾക്ക് ഒച്ച കൂട്ടുമ്പോൾ അതിൽ പേടിച്ചു പോവുകയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ കൃപയില്ലാത്ത മെത്രാന്മാര്. എല്ലാ മെത്രാന്മാരെയും കുറിച്ചല്ല ഞാൻ പറയണേ. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാത്ത, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വിശ്വസിക്കാത്ത, ദൈവത്തിൽ വിശ്വസിക്കാത്ത ചില മെത്രാന്മാര് ഈ മുദ്രാവാക്യങ്ങളുടെയും പണത്തിന്റെയും ഉങ്ക് കാണുമ്പോൾ അതില് പേടിച്ചു വിറയ്ക്കുകയാണ്. അങ്ങനെയുള്ളവരെ ഈ സഭാവിരുദ്ധ പാപ്പാവിരുദ്ധ സംഘടനകളെ ചേർത്ത് നിർത്തി സത്യത്തിൽ ശീഷ്മയിലായിരിക്കുന്ന ഒരു സഭാ നേതൃത്വമാണ് ഇപ്പോൾ സീറോ മലബാർ സഭയിൽ ഉള്ളത്. ശക്തമായ നടപടികൾ എടുത്താൽ ഈ മുന്നേറ്റ സംഘടനക്കാരും വിമതരും സഭയെ പിളർത്തുമെന്നും അവർ സ്വതന്ത്ര സഭയാകുമെന്നുള്ള നുണ, കല്ല് വെച്ച നുണ ഈ മെത്രാന്മാര് വത്തിക്കാനോട് പറയുന്നു. വത്തിക്കാന് അത് വിച്ഛേദിക്കാനേ തരമുള്ളൂ. അല്ലെങ്കിൽ ഈ സഭ ഇങ്ങനെ നശിക്കാൻ കോപ്പുകുട്ടി നടക്കുന്ന സഭ, അതിലിപ്പോ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലെന്ന് വത്തിക്കാൻ തീരുമാനിക്കുന്നു. ഈ മുന്നേറ്റക്കാരും വിമതരം ചെന്ന് സഭ പിളർത്തുമെന്ന നുണ വത്തിക്കാനെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവര് സഭ പിളർത്തുമെന്ന്? യാക്കോബായ ഓർത്തഡോക്സ് സഭകളെ പോലെ നടക്കില്ല. കാരണം ജനം അവരുടെ കൂടെ ഇല്ല. ഈ
ജനം തെരുവിലേക്ക് ഇറങ്ങുന്നില്ലെന്ന് കരുതിയിട്ട് അൽമായ മുന്നേറ്റക്കാരുടെ കൂടെയും വിമതരുടെ കൂടെയും അല്ല. പിന്നെ പറയാണ് ഞങ്ങൾ സൂയി യൂരിസ് ആണ്. സൂയി യൂരിസ് എന്ന് വെച്ചാൽ സ്വന്തമായി നിയമസംഹിതയുള്ള സഭയാണ്. അപ്പൊ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ കാര്യമായിട്ട് ഇടപെടണ്ട എന്ന് വത്തിക്കാനോട് പറയുന്നു. സ്വന്തമായി നിയമസംഹിതയുള്ള സഭയാണ് ഞങ്ങള്. സൂയി യൂരിസ് എന്ന വാക്കിന്റെ അർത്ഥം അതാണ്, സ്വന്തമായി നിയമസംഹിതയുള്ളത്. എന്നിട്ട് ആ നിയമസംഹിത എവിടെയാണ് നടപ്പായിരിക്കുന്നത്? ആ നിയമങ്ങൾ പാടെ ലംഘിക്കപ്പെട്ടപ്പോഴാണ് പാമ്പാറയച്ചന്റെ കോടതി വിധികളുമായിട്ട് വന്നത്. അപ്പോൾ പാമ്പാറയച്ചനെ ശല്യക്കാരനായി മുദ്ര കുത്തി. പാമ്പാറച്ചൻ ശല്യക്കാരനാണ്. കർമ്മലകുസുമം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. മാണിപ്പറമ്പിലച്ചൻ ശല്യക്കാരനാണ്. ഈ ശല്യക്കാരെയൊക്കെ അമർച്ച ചെയ്യാനുള്ള വഴികളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർക്ക് തെറ്റുപറ്റിയെന്നോ അവർ ശീഷ്മയിലാണെന്നോ തങ്ങൾ പറയുന്ന നുണയാണെന്നോ അംഗീകരിക്കാനുള്ള മനസ്സില്ല. എന്തിനാണ് ഈ സ്വയം സൂയി യൂരിസ് ഞങ്ങള് സ്വന്തമായി നിയമസംഹിതയുള്ള സ്വതന്ത്ര സഭയാണ് എന്ന് പറയുന്നത്? സ്വതന്ത്ര സഭയല്ല, വ്യക്തിഗത സഭയാന്ന് പറയുന്നത്. ഇപ്പോ ഈ സുറിയാനി സഭയില്, സീറോ മലബാർ സഭയില് ഒരു നിയമവും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിയമങ്ങൾ മാത്രമേ നടപ്പാക്കൂ എന്ന് ഒരു തീരുമാനത്തിന് പുറത്താണ്. വത്തിക്കാനോട് പറഞ്ഞു ഞങ്ങൾക്ക് സ്വന്തമായ നിയമങ്ങളുണ്ട്, നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങൾ സൂയി യൂരിസ് ആണ്, സ്വന്തമായി നിയമസംഹിതയുള്ളത്. ആ നിയമസംഹിത പാടെ തെറ്റിക്കുന്നു. അപ്പോഴാണ് സ്പെഷ്യൽ കോടതി ഇടപെടുന്നത്. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. നിയമങ്ങൾ ഞങ്ങൾ അധികാരികൾക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് മറിച്ചൊക്കെ പറയും, വാക്ക് മാറ്റി പറയും, തെറ്റി പറയും, എല്ലാം ചെയ്യും. ഞങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യും. ഇതിനെയാണ് ഇപ്പൊ സൂയി യൂരിസ് എന്ന് പറയണേ. സൂയി യൂരിസ് എന്ന വാക്കിന് ഇപ്പോൾ മെത്രാന്മാരുടെ തോന്നിവാസ സഭ എന്നായി. എല്ലാ മെത്രാന്മാരെ അല്ല ഞാൻ പറയുന്നത്, മെത്രാന്മാരുടെ തോന്നിവാസ സഭ. സ്വന്തമായി നിയമസംഹിതയുള്ള സഭയല്ല, തോന്നിയാസ സഭ. ഇപ്പൊ നടക്കുന്ന ഈ മെത്രാൻ സിനഡിലും എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഈ മെത്രാൻ സിനഡ് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ പറഞ്ഞ കർമ്മലകുസുമം, പാമ്പാറയച്ചൻ, മാണിപ്പറമ്പിലച്ചൻ അവരൊക്കെ ശല്യക്കാരെ പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങുണ്ടാകുമോ ആവോ? പാമ്പാറയച്ചന്റെ നിയമവും നീതിയും ആർക്ക് വേണം? മാണിപ്പറമ്പിലച്ചന്റെ ലിറ്റർജിയും ദൈവശാസ്ത്രവും ആർക്ക് വേണം? കർമ്മലകുസുമത്തിന്റെ ഈ ക്രിയാത്മക വിമർശനം ആർക്ക് വേണം? ഈ സിനഡ് നടക്കുമ്പോഴ് ഒരു മെത്രാൻ എന്നെ വിളിച്ചു പറഞ്ഞു, മാണിപ്പറമ്പിലച്ച അങ്ങ് നിരാശപ്പെടരുത്. സത്യം പറഞ്ഞാൽ 2 പ്രാവശ്യം പുള്ളി വിളിച്ചു. അങ്ങ് നിരാശപ്പെടരുത്, ഈ സിനഡിലും അച്ഛൻ വിചാരിച്ചതുപോലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണമെന്നില്ല. എന്നിട്ട് അദ്ദേഹം, ആ മെത്രാനച്ചൻ ഒരു കാര്യം കൂട്ടിച്ചേർത്തു. അച്ഛൻ നിരാശപ്പെടരുത് എന്ന് മാത്രമല്ല, അച്ഛന്റെ പ്രവാചക ദൗത്യവുമായി മുന്നോട്ട് പോകണം. അതെനിക്കൊരു പ്രത്യാശയായി. അതായത് ഒരു മെത്രാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, മാണിപ്പറമ്പിലച്ചൻ വിചാരിച്ച പോലെയൊന്നും ഈ സിനഡിൽ തീരുമാനിച്ചില്ലെങ്കിലും മാണിപ്പറമ്പിലച്ചൻ നിരാശപ്പെടരുത്, ഈ പ്രവാചക ദൗത്യവുമായി മുന്നോട്ട് പോകണം. അതൊരു മെത്രാൻ വിളിച്ച് പറഞ്ഞല്ലോ, അതെനിക്ക് സന്തോഷമായി. എനിക്ക് നിരാശ ഉണ്ടാവുമോ? എനിക്ക് നിരാശതയുണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാകില്ല. എന്താ കാര്യം? ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്കുള്ളതാണ് നിരാശത. ഈ സഭയുടെ ഭാവിക്ക് ഉപകരിക്കും എന്ന് തോന്നുന്നത് മാത്രമാണ് ഞാൻ പരസ്യമായി പങ്കുവെക്കുന്നത്. മാത്രമല്ല, എറണാകുളം അങ്കമാലിയിലെയും മറ്റു രൂപതകളിലെയും അനേകം പേർക്ക് എന്താണ് തിരുസഭ, എന്താണ് ലിറ്റർജി, എന്താണ് സുറിയാനി പാരമ്പര്യം, എന്താണ് ദൈവശാസ്ത്രം എന്നിവയിൽ അറിവ് പകരാൻ എന്റെ വീഡിയോസ് വളരെയധികം ഉപകരിക്കുന്നുവെന്ന് ആർക്കെങ്കിലും തർക്കമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ദൗത്യം തുടരണമെന്ന് മെത്രാന്മാർ തന്നെ ആവശ്യപ്പെടുന്നത്. അവരിൽ പലരും നിസ്സഹായരാണ്. നമ്മളെ മെത്രാന്മാരെ കുറ്റപ്പെടുത്തും, പക്ഷെ പലരും നിസ്സഹായരാണ്. പക്ഷേ ദൈവം ഇടപെടുമെന്ന വിശ്വാസം ആ മെത്രാന്മാർക്കും നമുക്കും ഉണ്ടാകട്ടെ. അത് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. സ്വാഭാവികമായി നാം ചോദിച്ചു പോകുന്നു, അപ്പൊ ഈ സഭയിൽ ദൈവജനത്തിന് നീതി ലഭിക്കണമെന്ന് വാദിക്കുന്ന മെത്രാന്മാർ അന്യം നിന്ന് പോയോ? ഇപ്പോൾ ഈ സിനഡിലും മെത്രാന്മാർ അന്യം നിന്ന് പോയോ? ഇതൊക്കെ ദൈവജനത്തിന് നീതി ലഭിക്കണം, ഈ തോന്നിയ പോലെ നിയമങ്ങൾ അട്ടിമറിക്കാൻ കഴിയില്ല, ഈ അടിമതിക്കാരെ സംരക്ഷിക്കാൻ കഴിയില്ല, നിയമങ്ങളൊക്കെ തോന്നിയ പോലെ ആക്കാൻ കഴിയില്ല, കൂതാശ വിലക്കുള്ളവരെ ഇതുപോലെ അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന മെത്രാന്മാരുണ്ട്. പക്ഷേ അവർ ചെറിയൊരു ശതമാനമാണ്. ഈ സിനഡിൽ തന്നെ ചെറിയൊരു ശതമാനമാണ്. അപ്പോൾ
ഈ പറഞ്ഞ പാമ്പാറയച്ചന്റെയും കർമ്മലകുസുമത്തിന്റെയും മാണിപ്പറമ്പരച്ചന്റെ ഒക്കെ വോയിസ് ശബ്ദത്തിന് ഇല്ലേ അംഗീകാരം അല്ലെങ്കിൽ അതിനൊരു പിന്തുണ കിട്ടാത്തത് പോലെ ഈ മെത്രന്മാർക്കും പിന്തുണ കിട്ടുന്നില്ല. സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന, നീതിയുടെ കൂടെ നിൽക്കുന്ന മെത്രന്മാർക്ക് പിന്തുണ കിട്ടുന്നില്ല. അപ്പോൾ തീർത്തും ഒരു പ്രകാശമില്ലാത്ത ഒരു സിനഡാണ് ഇപ്പൊ നടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ വെളിച്ചമുണ്ട്, പക്ഷെ അത് വളരെ ചെറിയൊരു വെട്ടം മാത്രമേ ഉള്ളൂ അവിടെ. കാരണം ഈ സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ, നീതിയുടെ കൂടെ ഉറച്ചു നിൽക്കാൻ ഒരു കുറെ കൂടെ ആളുകൾ വേണമായിരുന്നു. അതില്ലാത്തതിന്റെ ഒരു പ്രശ്നം അവിടെയുണ്ട്. സത്യത്തില് ഈ മെത്രാന്മാരുടെ ഇമേജ്, പ്രതിച്ഛായ പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ നഷ്ടപ്പെട്ട്, അവരുടെ മഹത്വം മുഴുവൻ നഷ്ടപ്പെട്ട് വളരെ മോശം അവസ്ഥയിലാണ്. അവരുടെ പ്രതിച്ഛായ വളരെ മങ്ങലേറ്റ് നിൽക്കുകയാണ്. അത് അവർ തന്നെ വരുത്തിയതാണ്. നിലപാടുകളിൽ ഉറപ്പില്ലാതെ, ആദർശങ്ങളിൽ ഉറപ്പില്ലാതെ ഈ കസേര എന്നൊരു മാനദണ്ഡത്തിൽ മാത്രം നിന്നു പോയത് കൊണ്ട് ഇത് സഭാചരിത്രത്തിൽ എങ്ങനെയൊക്കെ രേഖപ്പെടുത്തുമെന്ന് നിങ്ങൾ ആലോചിക്കുക. ഈ കുറെ മെത്രാന്മാര് സഭാമക്കളെയാണ് ഈ ശത്രുക്കളായി കാണുന്നത്. നിങ്ങൾക്ക് അംഗബലമില്ലെന്ന് അവരെ കളിയാക്കുന്നതും ഈ മെത്രാന്മാരാ. ഈ സഭാമക്കളെ അംഗബലമില്ലെങ്കിൽ അതിന് ഒന്നാമത്തെ ഉത്തരവാദികൾ മെത്രാന്മാര് തന്നെയല്ലേ. ഈ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഏതെങ്കിലും ഒരു മെത്രാനോ വൈദികരോ വന്നിരുന്നെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയില് ഈ 95% ജനങ്ങളും കൂടെ നിൽക്കുമായിരുന്നില്ലേ? അപ്പൊ ഈ മുന്നേറ്റക്കാരും പിന്നെ വിമത വൈദികരും അവര് സഭയെ അനുസരിക്കുന്ന തരത്തിൽ, മാർപ്പാപ്പയെ അനുസരിക്കുന്ന തരത്തിൽ വരുമായിരുന്നില്ലേ? ഒരു മെത്രാൻ, ഒരൊറ്റ മെത്രാൻ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരൊറ്റ മെത്രാൻ ഈ ജനത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് വന്നിരുന്നെങ്കിൽ 95% ജനങ്ങളും ആ മെത്രാന്റെ പിന്നിൽ അണിനിരക്കുമായിരുന്നു. എന്തുകൊണ്ട് മെത്രാന്മാരെ ചെയ്തില്ല? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാന്മാര് എന്തുകൊണ്ടാണ് അവര് ഈ നേരും നെറിവുമില്ലാത്ത മുന്നേറ്റക്കാരും ആയിട്ടും വിമതവരും മാത്രമായിട്ട് ചർച്ച ചെയ്യുന്നത്? അതിനകത്തൊരു തെറ്റായ കീഴ്വഴക്കമില്ലേ? തിന്മയുമായുള്ള കൂട്ടുകെട്ടില്ലേ? തീർച്ചയായും ഈ സഭാമക്കള് അവരെല്ലാവരും പുണ്യവാന്മാരൊന്നുമല്ല. അവർക്ക് ഭയങ്കരമായ ഈഗോ ഉണ്ട്. അവർ തമ്മിൽ നേതൃത്വത്തിന് വേണ്ടിയുള്ള മത്സരമുണ്ട്. പക്ഷെ അവരാണ് ദൈവജനം. ദൈവം മെത്രാന്മാരെ ഏൽപ്പിച്ച ജനം അവരാണ്. അവരെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഐക്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതും ഒരു ഭഗീരഥ പ്രയത്നമാണ്. ആ ഉത്തരവാദിത്തമാണ് മെത്രാന്മാരെ ഏറ്റെടുക്കേണ്ടിയിരുന്നത്. മാത്രമല്ല, നമ്മുടെ സഭയിൽ ഒരു സംവിധാനം വേണ്ടേ? അവിടെ ബോധ്യമാകുന്ന വിധത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് പരിശോധിക്കാനുള്ള സംവിധാനം, നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പാലിച്ച് നിയമാനുസൃതമായ നടപടികൾ സമയബന്ധിതമായി സ്വീകരിക്കാനുള്ള സംവിധാനം, അത് നടപ്പാക്കാനുള്ള സംവിധാനം, അതുണ്ടാക്കാൻ നമുക്ക് കഴിയില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാത്തത്? പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഒന്നാണ് ആത്മധൈര്യം, അല്ലെ? 7 ദാനങ്ങളിലൊന്ന്. നമ്മൾ നെഞ്ചുറപ്പ്, ചങ്കൂറ്റം എന്നൊക്കെ പറയും. നമ്മൾ ആ മലയാളം വാക്കുകൾ ഉപയോഗിച്ചാലും ആത്മധൈര്യം എന്നാണ് ഈ ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക്. ഫോർട്ടിറ്റ്യൂഡ്, ധൈര്യം. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാൽ മാത്രമേ ഈ ദാനം ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റൂ. മെത്രാന്മാര് പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ അവരെ വാഴപ്പിണ്ടി എന്ന് വിളിക്കേണ്ടി വരില്ല. ചങ്കുറുപ്പും നെഞ്ചുറപ്പും ഉണ്ടായാനേ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാൽ. അപ്പോൾ ഇപ്പോൾ മെത്രാന്മാർ ആരെയാണ് പ്രീതിപ്പെടുത്തുന്നതെന്ന് ചിന്തിക്കണം. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കണം. ഒരാൾ തമാശയ്ക്ക് പറഞ്ഞു, സിനഡ് തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവെ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥന ഒക്കെ നടത്തി. അത് കഴിഞ്ഞ് മേജർ ആർച്ച് ബിഷപ്പ് ഒരു പ്രഖ്യാപനം നടത്തി, മെത്രാന്മാരല്ലാത്തവരെല്ലാം പുറത്തു പോകട്ടെ. അപ്പോൾ പരിശുദ്ധ റൂഹായും പുറത്തേക്ക് കടന്നു. പുള്ളി മെത്രാനല്ലല്ലോ. മെത്രാന്മാരല്ലാത്തവരൊക്കെ സിനഡ് ഹാളിൽ നിന്ന് പുറത്തു പോകട്ടെ എന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ കൽപ്പന കേട്ടപ്പോൾ പരിശുദ്ധ റൂഹായും സിനഡ് ഹാളിന് പുറത്തേക്ക് പോയി. തമാശയ്ക്ക് പറഞ്ഞതാണ്, പക്ഷെ അതിനകത്തൊരു ഒരു സത്യമുണ്ട്. പരിശുദ്ധ റൂഹ അവിടുന്ന് സിനഡ് ഹാളിൽ നിന്ന് പുറത്തേക്ക് കടന്നെങ്കിലും സഭാമക്കളിൽ ആവേശിച്ചു. പരിശുദ്ധ റൂഹ സഭാമക്കളിൽ ആവേശിച്ചു. തങ്ങളുടെ സഭയുടെ മഹത്വം, തങ്ങളുടെ വിശ്വാസ ജീവിതം, വിശുദ്ധ പാരമ്പര്യം, സുറിയാനി സഭയുടെ സ്വത്വം, അതെല്ലാം മുറുകെ പിടിക്കാൻ പരിശുദ്ധ റൂഹ ഈ സഭാമക്കളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത കുർബാന കിട്ടാൻ വേണ്ടി അവർ തെരുവിലിറങ്ങാനുള്ള ശക്തിയും ധൈര്യവും ഈ പരിശുദ്ധ റൂഹയാണ് അവർക്ക് നൽകിയത്. 150 പേരോ 200 പേരോ 140 പേരോ എത്രയെങ്കിലും ആവട്ടെ, അത്രയും പേര് മൗണ്ട് തോമസിന് മുമ്പില് അവര്
ആത്മധൈര്യത്തോടെ മഴയും വെയിലൊക്കെ വകവെക്കാതെ അവിടെ സമ്മേളിച്ചു. അത് പരിശുദ്ധ റൂഹായുടെ ഒരു പ്രചോദനമാണ്, പ്രേരണയാണ്. അവര് ഇപ്പോഴും ഈ 2021 മുതൽ സഭാമക്കൾ തെരുവിൽ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ അസമയത്തുള്ള ഏകീകൃത കുർബാന പോലും അവർക്ക് കിട്ടുമായിരുന്നോ? ഞാനൊന്ന് ആവർത്തിക്കുകയാണിത്. ഈ സഭാമക്കൾ തെരുവിൽ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ അസമയത്തുള്ള ഏകീകൃത കുർബാന പോലും അവർക്ക് കിട്ടുമായിരുന്നോ? വിമത വൈദികരും മുന്നേറ്റക്കാരും ഈ അസമയത്തുള്ള ഏകീകൃത കുർബാന ചൊല്ലാനായിട്ട് നിർബന്ധിതരായത് സഭാമക്കൾ തെരുവിലിറങ്ങിയത് കൊണ്ടല്ലേ? അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി ജനത്തിന്റെ കൂടെ നിൽക്കാൻ പരിശുദ്ധ റൂഹ സിനഡ് ഹാളിൽ നിന്നും ഇറങ്ങി വന്നു. തെരുവിലിറങ്ങിയ ജനത്തിന്റെ കൂടെ നിൽക്കാൻ പരിശുദ്ധ റൂഹ കൂദശ സിനഡ് ഹാളിൽ നിന്നും ഇറങ്ങി വന്നു. അങ്ങനെ മൗണ്ട് തോമസിന്റെ കവാടത്തിൽ ജനത്തോടൊപ്പം പരിശുദ്ധ റൂഹ നിലയുറപ്പിച്ചു. അപ്പോൾ മെത്രാൻമാർക്ക് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിരുന്നെങ്കിലും ദൈവജനത്തിന് അത് പരിശുദ്ധാത്മാവിന്റെ കാറ്റായിരുന്നു, അഗ്നിയായിരുന്നു, പ്രാവായിരുന്നു. പരിശുദ്ധാത്മാവ് ഏത് വിധത്തിലാണ് ഈ സഭയെ നയിക്കുകയെന്ന് മെത്രാന്മാരെ നിങ്ങൾ കാത്തിരുന്ന് കാണൂ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കൈത്താക്കാലം 6-ാം ഞായർ. 1 തെസ്സലോനിക്ക 2:1-12. അമ്മയും അപ്പനുമാകേണ്ട മെത്രാന്മാര്, അമ്മയും അപ്പനുമാകേണ്ട വൈദികര്. പൗലോസ്ലീഹായുടെ ഏറ്റുപറച്ചിലുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു തിരുവചന പാഠമാണ് ഇന്നത്തെ ലേഖനം, ഞായറാഴ്ചയിലെ ലേഖനം. നമുക്കൊന്ന് വായിക്കാം, എന്നിട്ട് അതിലത്തെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാം. വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. 1 തെസ്സലോനിക്ക 2-ാമത്തെ അധ്യായം 1-12 വരെ. സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കലേക്കുള്ള ഞങ്ങളുടെ വരവ് വ്യർത്ഥമായില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും ലജ്ജാകരമായ അവമാനവും അനുഭവിച്ചെങ്കിലും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തിൽ നിന്നോ അല്ല. ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കാൻ തക്കവിധം ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരാണെന്ന് തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളെ ഹൃദയം പരിശോധിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാസക്തിയുടെ പുറംകുപ്പായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാർ എന്ന നിലയിൽ ഘനത്തോടെ ഇരിക്കാമായിരുന്നിട്ടും ഞങ്ങൾ മനുഷ്യരിൽ നിന്ന്, നിങ്ങളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല. മുലയൂട്ടുന്ന ഒരു അമ്മ തന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോറ്റുന്ന പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചതുകൊണ്ട് ദൈവത്തിന്റെ സുവിശേഷം മാത്രമല്ല, ഞങ്ങളുടെ പ്രാണൻ തന്നെയും നിങ്ങൾക്ക് പങ്കുവെച്ചു തരാൻ ഞങ്ങൾ ഒരുക്കമായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരായി തീർന്നു. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് കരുതി ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ടാണ് ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിച്ചത്. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്രമാത്രം പവിത്രമായും നീതിയായും കുറ്റമറ്റവരായും നടന്നുവെന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. അപ്പൻ സ്വന്തം മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തവെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അത് തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നടക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, പൗലോസിന്റെ ഏറ്റുപറച്ചിലുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തിരുവചന പാഠം. സുവിശേഷത്തെയും അത് പ്രഘോഷിച്ച പൗലോസിനെയും സഹപ്രവർത്തകരെയും പൗലോസ് തന്നെ അനുകൂലിച്ച് സംസാരിക്കുകയും സമർത്ഥിക്കുകയുമാണ്. ഒരു സെൽഫ് ഡിഫൻസ് എന്ന് വേണേൽ പറയാം. പക്ഷെ അത് തെസ്സലോനിക്കയിലെ പ്രതിയോഗികൾ കുറച്ചുപേരുണ്ടായത് കൊണ്ട് മാത്രമല്ല, സഭയ്ക്ക് പുറത്തുള്ളവരും കുറച്ചുപേരുണ്ടായിരുന്നു, കർത്താവ് ഈ പൗലോസിനൊക്കെ പീഡിപ്പിച്ചവര്. അപ്പൊ അവരുടെ മുമ്പിൽ എന്താണ് ഈ സുവിശേഷത്തിന് വേണ്ടി പൗലോസ് ചെയ്തത്, സഹപ്രവർത്തകർ ചെയ്തതെന്ന് സമർത്ഥിക്കുന്ന ഒരു രംഗമാണിത്. അതിലത്തെ ചില വചനങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും ലജ്ജാകരമായ അവമാനവും അനുഭവിച്ചെങ്കിലും. തെസ്സലോനിക്കയിൽ എത്തുന്നതിന് മുൻപ് പൗലോസിനെയും സീലാസിനെയും, സീലാസ് എന്ന് പറഞ്ഞാൽ സിൽവാനോസ്, എതിരാളികള് ബലമായി വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് വടികൊണ്ട് അടിച്ച് വലിച്ചിടച്ച് നഗരപിതാവായ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയിരുന്നു. ആ മജിസ്ട്രേറ്റ് അവരെ കാരാഗ്രഹത്തിലിട്ടു, പൗലോസിനെയും സീലാസിനെയും.
സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 16-ാമത്തെ അധ്യായം 19 മുതൽ 24 വരെ വചനങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട്. മനസ്സ് മടുപ്പിക്കാനും പേടിച്ച് നിശബ്ദരാകാനും സാധ്യതയുണ്ടായിരുന്നു. കാരാഗ്രഹത്തിലിട്ടിരിക്കുന്ന മജിസ്ട്രേറ്റ് ഇല്ലേ, അവരെ നഗ്നരാക്കി അടിച്ച് വലിച്ചടച്ചാണ് കൊണ്ടുപോയതൊക്കെ. അപ്പോൾ മനസ്സ് മടുക്കാം, നിശബ്ദരായി പോകാം, അതിനൊക്കെ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ദൈവം പൗലോസിനും ശീലാസിനും ധൈര്യം നൽകി. എത്ര എതിർപ്പുണ്ടായാലും സുവിശേഷം പ്രസംഗിക്കുമെന്ന തീരുമാനത്തിലെത്താൻ അവർക്ക് അതുകൊണ്ട് സാധിച്ചു. റോമാലേഖനം 1:16 അത് പറയുന്നുണ്ട്, സുവിശേഷം രക്ഷയുടെ ശക്തിയാണ്. അതുകൊണ്ട് മനസ്സ് മടുക്കാനോ ധൈര്യം ചോർന്നു പോകാനോ ഇടയായില്ല. ദൈവം അവരെ ശക്തിപ്പെടുത്തി. അതാണ് പറയുന്നത് ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും ലജ്ജാകരമായ അപമാനവും അനുഭവിച്ചെങ്കിലും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കാൻ ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾ ധൈര്യപ്പെട്ടു. വലിയ പോരാട്ടത്തോടെ അന്യമതസ്ഥരുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കുന്നത് കായിക മത്സരത്തിലെ പോരാട്ടത്തോട് തുലനം ചെയ്തിരിക്കുകയാണ് പൗലോസ്. ദ്വന്ദ്വയുദ്ധം നടത്തുന്ന പോരാളിയെ പോലെയാണ് സുവിശേഷ പ്രഘോഷകൻ. ഞാൻ അതൊന്നുകൂടി പറയാം. അന്യമതസ്ഥരുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കുന്നത് കായിക മത്സരത്തിലെ പോരാട്ടത്തോട് തുലനം ചെയ്തിരിക്കുകയാണ് പൗലോസ്. ഇതൊരു ദ്വന്ദ്വയുദ്ധം പോലെയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത്. ചെറിയ കാര്യമൊന്നുമല്ല. സമാധാനം, സ്നേഹം, കരുണ എന്ന് മാത്രം പറഞ്ഞ് നടന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്താണ് സുവിശേഷ പ്രഘോഷണമെന്ന്. ഒരു പോരാട്ടമാണത്, ദ്വന്ദ്വയുദ്ധം പോലെയാണത്, ഒരു യുദ്ധമാണത്. അതുകൊണ്ട് വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾ ധൈര്യപ്പെട്ടു. അതിന് ധൈര്യപ്പെട്ടു എന്നുള്ളത് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് പർറേസിയ എന്നാണ്. പർറേസിയ. ഈ യവന സംസ്കൃതിയില്, ഗ്രീക്ക് സംസ്കൃതിയില് പ്രജാധിപത്യം ഇല്ലേ, നമ്മൾ പറഞ്ഞ ഈ ഡെമോക്രസി, പ്രജാധിപത്യം, അത് വാസ്തവത്തിൽ അവിടുത്തെ നഗരങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ യവന സംസ്കൃതിയില് അത് പിന്നീട് ക്രിസ്തീയ സന്യാസങ്ങളിലേക്ക് വന്നു. അവിടെ നിന്നാണ് വിവിധ രാജ്യങ്ങളിലേക്ക് ജനാധിപത്യം വന്നത്. ഈ ജനാധിപത്യം ശരിക്കും പറഞ്ഞാൽ യവന സംസ്കൃതിയിൽ ചില നഗരങ്ങളിൽ ഉണ്ടായിരുന്നു. അത് പിന്നെ ക്രിസ്തീയ സന്യാസത്തിലേക്ക് വന്നു. അവിടെ നിന്നാണ് ലോകത്തിലേക്ക് മുഴുവൻ വ്യാപിച്ചത്. അപ്പോൾ ഈ നഗരത്തിലെ പ്രജാധിപത്യമുള്ള നഗരത്തിലെ സംസാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിനുപയോഗിക്കുന്ന വാക്കാണ് പർറേസിയ. ധൈര്യമെന്ന് നമ്മളിപ്പോ തർജ്ജമ ചെയ്യുന്നെങ്കിലും സംസാര സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം അതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഈ പർറേസിയ. പുതിയ നിയമത്തില് പ്രവാചകന്റെ ധീരതയെ സൂചിപ്പിക്കാനായിട്ട് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പൗലോസ് അത് ഉപയോഗിക്കുമ്പോൾ 2 ധ്വനികൾ ഉദ്ദേശിക്കുന്നു. ഒന്ന് ആന്തരികമായ സ്വാതന്ത്ര്യം, മറ്റൊന്ന് ബാഹ്യമായ ചങ്കൂറ്റം. ആന്തരികമായ സ്വാതന്ത്ര്യമുള്ളവർക്കേ ബാഹ്യമായ ചങ്കൂറ്റത്തോടെ സുവിശേഷം പ്രസംഗിക്കാനും തീരുമാനമെടുക്കാനും നടപ്പാക്കാനും കഴിയും. ദൈവം പ്രവാചകന്മാർക്ക് നൽകുന്ന പരിശുദ്ധ റൂഹായുടെ ദാനങ്ങളിൽ ഒന്നാണ് ആത്മധൈര്യം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ വൈദികർക്കോ മെത്രാന്മാർക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഒക്കെ ഈ ആന്തരിക സ്വാതന്ത്ര്യവും ബാഹ്യമായ ചങ്കൂറ്റവും വരണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഈ ദൈവം നൽകുന്ന പ്രവാചക ദൗത്യത്തിന് തുറവിയുള്ളവരാകണം. അതിപ്പോ അവരെ സമ്മതിക്കണമെന്നൊന്നുമില്ല. പക്ഷേ സത്യത്തോട് തുറവിയുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് പോലും ഈ ആത്മീയമായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആന്തരിക സ്വാതന്ത്ര്യം ഉണ്ടാകും. ആ ആന്തരിക സ്വാതന്ത്ര്യം ഉണ്ടായാൽ ബാഹ്യമായ ചങ്കൂറ്റം വരും. എന്തുകൊണ്ടാണ് നമ്മുടെ ചില മെത്രാന്മാർക്കോ അല്ലെങ്കിൽ വൈദികർക്കോ ശരിക്കും ബാഹ്യമായ ചങ്കൂറ്റം ഇല്ലാത്തത്? ചില സ്ഥാനമാനങ്ങൾ കിട്ടാൻ ഒരു മോഹം. അപ്പൊ ആന്തരിക സ്വാതന്ത്ര്യം ഇല്ല, അവർ ഉള്ളിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. ചില മോഹങ്ങൾ അവർ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നിന്നാൽ ചിലപ്പോൾ അവിടെ മെത്രാനാകാൻ പറ്റും. ഞാനായിട്ട് എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് മെത്രാൻ സ്ഥാനം കളയണേ? അപ്പൊ ഇങ്ങനെ ചില മോഹങ്ങള് നമ്മളിങ്ങനെ പിടിച്ചു കെട്ടുമ്പോൾ ആന്തരിക സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. ആന്തരിക സ്വാതന്ത്ര്യം ഇല്ലാത്തവർക്ക് ബാഹ്യമായി ചങ്കൂറ്റം ഉണ്ടാകില്ല. പൗലോസ് പറയാണ്, എനിക്കിത് രണ്ടും ഉണ്ടായിരുന്നു. ആന്തരിക സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ബാഹ്യമായി ചങ്കൂറ്റം ഉണ്ടായിരുന്നു. ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. അതിനാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം, ബാഹ്യമായ ചങ്കൂറ്റവും ആന്തരിക സ്വാതന്ത്ര്യം ഞാൻ അനുഭവിച്ചെന്നാണ് പറയണേ. പൗലോസ് പറയാണ്. ഈ 2-ാമത്തെ അധ്യായം 3 മുതൽ 8 വരെ വാക്യങ്ങളില് പൗലോസ് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഊന്നി പറയുന്നത്. ഒന്ന്, ദൈവം അയക്കുന്ന അപ്പസ്തോലൻ ആരായിരിക്കണം, എന്തായിരിക്കണം. ദൈവം അയക്കുന്ന അപ്പസ്തോലൻ
എന്ന് വെച്ചാൽ ഇന്നും എത്രമാരും വൈദികരും സുവിശേഷ പ്രഘോഷകരും അൽമായരെ സുവിശേഷ പ്രഘോഷകരും ദൈവം അയക്കുന്ന അപ്പസ്തോലന്മാര് ആരായിരിക്കണം, എന്തായിരിക്കണം, അതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. അത് 3 തൊട്ട് 4 വരെ വാക്യങ്ങളിൽ. പിന്നെ അപ്പസ്തോലന്മാർ അയക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ അടുത്തേക്കാണോ അവർ ശ്ലൈഹിക ദൗത്യത്തെ സ്വീകരിക്കേണ്ടത് എങ്ങനെയെന്ന് 5 മുതൽ 8 വരെ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തിൽ നിന്നോ അല്ല. ഞങ്ങളുടെ ഉപദേശം നമ്മൾ തർജ്ജമ ചെയ്യുന്ന ഗ്രീക്ക് വാക്ക് പാരക്ലേസിസ് എന്നാണ്. പാരക്ലേത്ത എന്ന് പറഞ്ഞാൽ അറിയാലോ, പരിശുദ്ധാത്മാവിനുള്ള മറ്റൊരു വാക്ക്. അതിന്റെ ആ വാക്ക് തന്നെയാണ് പാരക്ലേസിസ്. അതിന്റെ നാമമാണ്. ഉപദേശം എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നു. ഗുണദോഷിക്ക് എന്ന അർത്ഥത്തിലല്ല, ആഹ്വാനം ചെയ്യുന്ന ധ്വനിയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദിമസഭയില് സുവിശേഷ പ്രഘോഷണത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഈ പറഞ്ഞ പാരക്ലേസിസ്. 2 കൊരിന്ത്യർ 5:20, സ്ലീഹന്മാർ നടപടി 2:40, ഫിലിപ്പി ലേഖനം 2:1 കാണാം. അതായത് ആഹ്വാനം ചെയ്യുക അല്ലെങ്കിൽ വിളംബരം ചെയ്യുക എന്നാണ് ശരിക്കും അതിന് ഉദ്ദേശിക്കുന്നത്. സുവിശേഷ പ്രഘോഷണത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഉപദേശം. ആശ്വാസം, സാന്ത്വനം, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് പാരക്ലേത്ത എന്നതിന് ആശ്വാസദായകൻ എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നത്. എന്നാൽ ആ വാക്കിന് വക്കീല്, അഭിഭാഷകൻ, മധ്യസ്ഥൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ വാക്കിനൊരു പശ്ചാത്തലമുണ്ട്. ഈ പാരക്ലേസ് എന്ന വാക്കിനൊരു പശ്ചാത്തലമുണ്ട്. എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ എന്ന തിരുവചനത്തോടെയാണ് യെശയ്യായുടെ പുസ്തകത്തിൽ 40-ാം അധ്യായം 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്. അങ്ങനെ എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ എന്ന ആഹ്വാനത്തോടെയാണ് സിയോനിൽ നിന്ന് സദ്വാർത്തയുടെ ദൂതുമായി വരുന്ന ഇടയനായ കർത്താവിനെ പ്രവാചകൻ അവതരിപ്പിച്ചത്. എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ എന്ന ആഹ്വാനത്തോടെ സിയോനിൽ നിന്ന്, ജെറൂസലം നഗരം പണിതിരിക്കുന്ന കുന്നിനെയാണ് സിയോൻ എന്ന് പറയണേ, സിയോനിൽ നിന്ന് സദ്വാർത്തയുടെ സുവിശേഷത്തിന് ദൂതുമായി വരുന്ന ഇടയനായ കർത്താവ്. യെശയ്യാ 40:9 മുതൽ 11 വരെ വാക്യങ്ങള്. നസറത്തിലെ യേശുവാണ് കർത്താവെന്നും അവൻ ഇടയനായി വന്ന് അജഗണങ്ങളെ മോചിപ്പിച്ചുവെന്നുമുള്ള വാർത്തയാണ് സദ്വാർത്ത. അത് വലിയ ആശ്വാസത്തിന്റെ വാർത്തയാണല്ലോ. അതേസമയം ഈ സുവിശേഷത്തിന് പ്രസാദാത്മ പ്രതിസ്പന്ദം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ ആഹ്വാനം, ഉപദേശം എന്നെല്ലാം മൊഴിമാറ്റം ചെയ്യുന്നു. ഇത് ഇല്ലേ, ആശ്വാസം നൽകുന്ന വാർത്തയാണ്. പക്ഷേ അതിനൊരു പ്രതികരണം, പ്രതിസ്പന്ദം, പ്രസാദാത്മക പ്രതിസ്പന്ദം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആഹ്വാനം അല്ലെങ്കിൽ ഉപദേശം എന്ന് തർജ്ജമ ചെയ്യുന്നത്. അപ്പോൾ സുവിശേഷ പ്രഘോഷണവും അതിന് പ്രതീക്ഷിക്കുന്ന പ്രതിസ്പന്ദവും, അതുകൊണ്ടാണ് അതിനെയാണ് പാരക്ലേസിസ് എന്ന് പറയുന്നത്. എന്നിട്ട് പൗലോസ് പറയാണ്, ഞങ്ങൾ ഈ സുവിശേഷ പ്രഘോഷണവും അതിന് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രസാദാത്മകമായ പ്രതിസ്പന്ദവും അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തിൽ നിന്നോ ഉത്ഭവിച്ചതല്ല. പൗലോസിനും ശീലാസിനുമെതിരെ മറ്റുള്ളവർ ഉന്നയിച്ച ആരോപണം ഇങ്ങനെയായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അത് ഈ അബദ്ധമാണ്, അതായത് വ്യാമോഹം അല്ലെങ്കിൽ മറിമായമാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ആരോപണം. 2, അശുദ്ധിയാണ്, അതായത് ദുർനടത്തം, തന്നിഷ്ടമാണ് അവർ പ്രഘോഷിക്കുന്നത്. വ്യാജമാണ്, ചതി അല്ലെങ്കിൽ വഞ്ചനയാണ് അവരുടെ സുവിശേഷം. ഇങ്ങനെ 3 ആരോപണങ്ങളാണ് പൗലോസും ശീലാസിനുമെതിരെ പൗലോസിന്റെ എതിരാളികൾ, ഈ തെസ്സലോനിക്ക സഭയിലെ എതിരാളികൾ പ്രചരിപ്പിച്ചത്. ഇങ്ങനെയുള്ള ഏത് ഏഷണികളെയും എതിർത്ത് തോൽപ്പിച്ചിട്ടാണ് സുവിശേഷം എക്കാലത്ത് മുന്നേറിയിട്ടുള്ളത്. അങ്ങനെ സംഭവിച്ചത് മനുഷ്യരുടെ കഴിവ് കൊണ്ടല്ല, സുവിശേഷത്തിനുള്ളിലെ ശക്തി കൊണ്ടാണ്. കർത്താവ് എന്താ പറഞ്ഞത്? കടുകുമണി പോലെയാണ് ദൈവരാജ്യം. കടുകുമണി, ചെറിയ മണി, പക്ഷെ ഉള്ളിൽ ജീവനുണ്ട്. അതിന് അനുകൂല സാഹചര്യം വന്നാൽ അത് പൊട്ടി മുളച്ച് ചെടിയായിട്ട് മാറും, ജീവനുണ്ടാകും. അപ്പൊ ദൈവരാജ്യം ജീവനുള്ള വിത്താണ്, ജീവനുള്ള വിത്ത്. അതിന് ഉള്ളിൽ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഏഷണികളൊക്കെ എതിർത്ത് തോൽപ്പിച്ചിട്ട് സുവിശേഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ അച്ഛന് പകയാണ്, വൈരാഗ്യമാണ്, ശത്രുതയാണ്, എറണാകുളത്ത് സമാധാനം കൈവരുന്ന അച്ഛൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ എന്നെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ പറയുന്നു. ഈ തിന്മയുമായി കൂട്ടുകെട്ടുണ്ടാക്കി ഈ സഭാവിരുദ്ധരും പാപ്പാവിരുദ്ധരുമായിട്ട് തെറ്റായ കൂട്ടുകെട്ടുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കുന്ന സമവായം, അങ്ങനെ ഉണ്ടാക്കുന്ന സമാധാനം, അതൊക്കെ ദൈവത്തിന് ചേർന്നതാ? ഈശോയ്ക്ക് നിരക്കുന്നതാ? അല്ല. അതുകൊണ്ട് അതിനെ എതിർക്കണം. അപ്പോൾ പറയും, അച്ഛൻ അബദ്ധമാണ് പറയുന്നത്, അച്ഛൻ അശുദ്ധിയാണ് പ്രസംഗിക്കുന്നത്, അച്ഛൻ വ്യാജമാണ്, ചതിയാണ് പറയുന്നതൊക്കെ ചിലപ്പം ആരോപണം ഉന്നയിക്കും. എനിക്കതിന് പേടിയില്ല. എന്താ കാര്യം? ഞാൻ പറയുന്നത് സുവിശേഷമാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ശക്തി ഉണ്ടാകും. ആ ശക്തി ജയിച്ചു വരും. അതിനൊരു തെളിവാണ് ഈ
ചത്താലും കുർബാന ചൊല്ലില്ല എന്ന് പറഞ്ഞവര് പകുതി പേരെങ്കിലും അസമയത്താണെങ്കിലും ഒരു ഏകീകൃത കുർബാന ചൊല്ലാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പദ്ധതിയല്ലേ അവിടെ വിജയിച്ചു വരുന്നത്. റോമിൽ പോയിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടത്തിൽ വെച്ചിട്ട് രക്തപ്രതിജ്ഞ ചെയ്തു. അത് കുറച്ച് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കിയിട്ട് പിൻവാങ്ങും എന്നാണ് രക്തപ്രതിജ്ഞ. അത് കുറച്ചെങ്കിലും ഭാഗം നടപ്പായല്ലോ. അപ്പൊ പറയും അതെല്ലാം മെത്രാന്മാരുടെ കഴിവല്ലേ എന്ന്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഈ സഭാ മക്കൾ തെരുവിൽ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഒരു മെത്രാനും ഇത്തരം ഒരു നടപടി, ഒരു തീരുമാനം എടുക്കുമായിരുന്നില്ല. ഇത് സഭാ മക്കളുടെ വിജയമാണ്, സുവിശേഷത്തിന്റെ വിജയമാണ്, ദൈവത്തിന്റെ വിജയമാണ്. മെത്രാന്മാരുടെ വിജയമായിരുന്നെങ്കിൽ അവര് ഈ സമവായ മാർഗരേഖ ഉണ്ടാക്കുമായിരുന്നില്ല, തിന്മയുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കുമായിരുന്നില്ല. ഉദയംപേരൂർ പള്ളിയിലും അതുപോലെ മരുത്തോർവട്ടം പള്ളിയിലും ഒക്കെ പോയി പള്ളി പ്രശ്നമുണ്ടാക്കി പള്ളി അടപ്പിക്കുമായിരുന്നില്ല. ബസിലിക്ക പള്ളി 1000 ദിവസം വരെ അടച്ചിടുമായിരുന്നില്ല. മെത്രാന്മാരുടെ വിജയമായിരുന്നില്ല അങ്ങനെയൊക്കെ വന്നേനെ. ഇതല്ല, അവരുടെ വിജയമല്ല. ഈ യവന ലോകത്ത് സ്റ്റോയിക്ക് ഫിലോസഫിക്കാരുണ്ടായിരുന്നു, തത്വജ്ഞാനികള്, സിനിക്ക് തത്വജ്ഞാനികളുണ്ടായിരുന്നു. അവരൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയാണ് പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. 2 കാര്യങ്ങൾ ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, പൗലോസിന്റെ സന്ദേശം അബദ്ധമല്ല, ഒരു മിസ്റ്റേക്ക് അല്ല. 2, വിലക്കെട്ട നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല പൗലോസ് അത് പ്രസംഗിച്ചത്. വിലക്കെട്ട നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, സ്വാർത്ഥപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി അബദ്ധവും അശുദ്ധവും വ്യാജവുമായി പ്രബോധനവുമായി വീടാന്തരം കയറിയിറങ്ങുന്ന അക്കാലത്തെ തത്വജ്ഞാനികളെ പോലെയല്ല പൗലോസും സഹപ്രവർത്തകരും. ഇപ്പൊ നമ്മുടെ പെന്തക്കോസ്തക്കാര്, യഹോവ സാക്ഷികള്, അവരിങ്ങനെ വീടാന്തരം കയറങ്ങി കത്തോലിക്കരെ ചാക്കിട്ട് പിടിക്കുകയാണ്. എന്താ കാര്യം? അവർക്ക് സ്വാർത്ഥപരമായ ചില നേട്ടങ്ങളുണ്ട്. എല്ലാവരും കുറിച്ചല്ല പറയണേ, സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ട്. എങ്കിലും കർത്താവിന്റെ അവര് സ്നാപയോഹന്നാന്റെ റോളാണ് ചെയ്യുന്നത്. യേശുവിലേക്ക് ആളുകൾ കൊണ്ടുവരാൻ നദിയിൽ മാമോയിസ മുക്കി സ്നാപകന്റെ മാമോയിസ കൊടുത്ത് നിർത്തിയിരിക്കുക. യേശുവിന്റെ പാർശ്വത്വം എന്നുള്ള ജീവജലത്തിന്റെ മാമോദിസ മുങ്ങണമെങ്കിൽ കത്തോലിക്ക സഭയിലേക്ക് വരണം. അപ്പോൾ എല്ലാ പെന്തക്കോസ്തക്കാരെയും ദൈവസഭക്കാരെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. അവർ സുവിശേഷം പ്രഘോഷിക്കുന്നവരൊക്കെ ഉണ്ട്. എങ്കിലും കത്തോലിക്കൽ ചാക്കിട്ട് പിടിക്കലാണ് മെയിൻ പരിപാടി അവരുടെ. എന്താ കാര്യം? അതാണ് എളുപ്പം. ഈ അജ്ഞതയുടെ നിറകുടങ്ങളാണ് കത്തോലിക്കര്. ഇപ്പോഴാണ് കുറച്ച് പഠിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് മതി, മെത്രാൻ പറയുന്നത് മതി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോ അച്ഛന്മാരെയും മെത്രന്മാരെയും അധികം നമ്പാൻ പറ്റാണ്ട് വന്നപ്പോഴാണ് സ്വയം പഠിക്കാനൊക്കെ അൽമായർ തയ്യാറായത്. പിന്നെ കരിസ്മാറ്റിക് റിന്യൂവല് വലിയ ഒരു സംഭാവന നൽകിയിട്ടുണ്ട് താനും. എന്നിട്ട് പൗലോസ് പറയാണ്, ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കാൻ തക്കവിധം ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരാണെന്ന് തെളിഞ്ഞതുപോലെ, ദൈവത്തിന് കൊള്ളാകുന്നവരാണെന്ന് തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളെ ഹൃദയം പരിശോധിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വചനാണിത്. അക്കാലത്ത് ആഥൻസിലെ നഗരസഭയില് ഒരു നടപടിക്രമം ഉണ്ടായിരുന്നു. അത് പൗലോസ് അതിലേക്ക് കൈചൂണ്ടിട്ടാണ് സംസാരിക്കണേ. രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥരുടെ യോഗ്യത പരിശോധിച്ച് ഉറപ്പുവരുത്തിയിരുന്നു. ഇതുപോലെ പൗലോസിന്റെയും സഹപ്രവർത്തകരുടെയും ഹൃദയങ്ങൾ പരിശോധിച്ച് കൊള്ളാകുന്നവരാണെന്ന് ദൈവം ഉറപ്പാക്കിയിട്ടാണ് അവരെ തന്നെ സുവിശേഷം ഏൽപ്പിച്ചത്. അപ്പോ പൗലോസിന്റെ ആന്തരിക ആളത്വത്തെ ദൈവം പരിശോധിച്ചറിഞ്ഞു. സീലാസിന്റെ ആന്തരിക ആളത്വത്തെ ദൈവം പരിശോധിച്ചറിഞ്ഞു. ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവന് അതിന് യോഗ്യത ഉണ്ടെന്ന് പരിശോധിക്കുമല്ലോ. അവിടെ മാത്രമല്ല, ഇപ്പോഴും പരിശോധിക്കും. ഇങ്ങനെയുള്ളൊരു പരിശോധന നമ്മുടെ മെത്രാന്മാരെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ നല്ലതായിരുന്നു. സുറിയാനി സഭയുടെ സ്വത്വം, വിശുദ്ധ പാരമ്പര്യം, അതെല്ലാം സംരക്ഷിക്കാനുള്ള അറിവുണ്ടോ, അതിനുള്ള സമർപ്പണമുണ്ടോ, സ്നേഹമുണ്ടോ എന്ന് പരിശോധിച്ചറിഞ്ഞിട്ട്, ഈ ദൈവം പരിശോധിച്ചറിയുന്ന പോലെ നമ്മുടെ മെത്രാന്മാര് പരിശോധിച്ചറിഞ്ഞിട്ട് മെത്രാന്മാരെ നിയമിച്ചിരുന്നെങ്കിൽ ദൈവത്തിന് കൊള്ളാകുന്നവരായിട്ട് മാറുമായിരുന്നു. എന്നിട്ട് പറയാണ്, ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കാൻ തക്കവിധം ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരാണെന്ന് തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളെ ഹൃദയം പരിശോധിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാ. മനുഷ്യരെയോ അധികാരികളെ പ്രസാദിപ്പിക്കാൻ തുനിഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന തരത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ കഴിയില്ല. അധികാരികൾ അനുസരിക്കേണ്ടതില്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പ്രത്യുത അവരിൽ നിന്ന് നക്കാപ്പിച്ച നേട്ടങ്ങളോ പദവികളോ കിട്ടാനായി സദ്വാർത്തയുടെ സന്ദേശം ബലി കഴിക്കരുതെന്നാണ് പറയണേ. എന്നിട്ട് പറയാണ്, പൗലോസ് പറയും 2:5, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാസക്തിയുടെ പുറങ്കപ്പായ്മോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. തെസ്സലോനിക്കയിലെ ആളുകളെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി മധുരവചനം പറയുകയോ കപടസ്തുതി നടത്തുകയോ
പൗലോസ് ചെയ്തിട്ടില്ല. തങ്ങൾക്ക് മഹത്വം കിട്ടുന്നതിന് വേണ്ടി സുവിശേഷ സന്ദേശത്തിൽ മായം ചേർക്കാനും പൗലോസും ശീലാസും തയ്യാറായിട്ടുമില്ല. എന്നിട്ട് പറയാണ്, ദ്രവ്യാഗ്രഹത്തിന്റെ പുറങ്കുപ്പായം ഞങ്ങൾ ധരിച്ചിട്ടില്ല. ദ്രവ്യാഗ്രഹം, പണത്തോടുള്ള ആസക്തി, ധനാർത്ഥി, അതിന്റെ ഒരു പുറങ്കുപ്പായം ഇട്ടിട്ടല്ല ഞങ്ങൾ വന്നത്. ഈ ദ്രവ്യാസക്തിയെ മറച്ചു വെക്കാനുള്ള പ്രച്ഛന്ന വേഷം, അതിന് പുറങ്കുപ്പായം എന്ന് പറഞ്ഞേ. ഉള്ളിൽ ദ്രവ്യാഗ്രഹം, ഉള്ളിൽ പണാസക്തി, ധനാർത്ഥി, പക്ഷെ അതില്ലെന്ന് കാണിക്കാൻ ഒരു കുപ്പായം ഇട്ട് വരിക. പുറത്തേക്ക് മാന്യതയുള്ള വേഷമെങ്കിലും ഉള്ളിൽ മുഴുവൻ അത്യാഗ്രഹവും ദുരാഗ്രഹവും നിറഞ്ഞിരിക്കുന്ന ആള്. കപട വേഷം ധരിച്ചോ ഉപായത്തിലൂടെയോ പണം പിടുങ്ങിയിട്ട് അഴുക്കായ ജീവിതമാണ് നയിക്കുന്നത്. പക്ഷെ അഴുക്കാണ് ഉള്ളിലെന്ന് കാണിക്കാതിരിക്കാൻ പുറത്തൊരു കുപ്പായവും ഒരു അരപ്പട്ടിയും ഒരു തൊപ്പിയൊക്കെ വെച്ച് മാന്യന്റെ വേഷം ധരിച്ചു വരിക. എല്ലാവരെ കുറിച്ച് അല്ലട്ടോ പറയണേ, ചിലരെ കുറിച്ച്. ഈ ദ്രവ്യാഗ്രഹത്തിനുള്ള വാക്ക് ഫിലാർഗ്യൂറിയ എന്നാണ്. ഫിലാർഗ്യൂറിയ, അർഗ്യൂറിയ എന്ന് പറഞ്ഞാൽ സിൽവർ, വെള്ളി, പണം എന്നൊക്കെ അർത്ഥം. ഫീലിയ എന്ന് പറഞ്ഞാല് സ്നേഹം, സൗഹൃദം. ഫീലിയ എന്ന് പറഞ്ഞാല് അപ്പോ ഈ പണത്തോടുള്ള സ്നേഹം, സൗഹൃദം, ആ വാക്കല്ല വാസ്തവത്തിൽ ഇവിടെ ഉപയോഗിച്ചാണ്. ദ്രവ്യാഗ്രഹത്തിനുള്ള വാക്ക് ഫിലാർഗ്യൂറിയ എന്നാണ്. പക്ഷെ അതിന് പകരം അതല്ല, ആ വാക്കല്ല പൗലോസ് ഇവിടെ ഉപയോഗിച്ചാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്ലയോനെക്സിയ എന്നാണ്. പ്ലയോനെക്സിയ. ഈ വെള്ളിയോടുള്ള, സ്വർണത്തോടുള്ള, പണത്തോടുള്ള ആർത്തി അല്ലെങ്കിൽ സ്നേഹം, ആ വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മറിച്ച് പ്ലയോനെക്സിയ എന്ന വാക്കാണ്. പുതിയ നിയമത്തിൽ ഇത് എപ്പോഴും ലൈംഗിക അശുദ്ധിയുമായി ബന്ധപ്പെട്ട വാക്കാണ്. ഈ ദ്രവ്യാസക്തി എന്ന് പറഞ്ഞാല് ആ വെറും പണത്തോടുള്ള ആസക്തി അല്ല. അതിന് ഫിലാർഗിയർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. അതിന് പകരം പ്ലയോനെക്സിയ വാക്കാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈംഗിക വൈകൃതവുമായിട്ട്, ലൈംഗിക അശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് പ്ലയോനെക്സിയ. അതിമോഹത്തിൽ ആരംഭിച്ച് ദുരാഗ്രഹമായി മാറി തടുക്കാൻ പറ്റാത്ത ലൈംഗിക തൃഷ്ണയോ കാമാസക്തിയോ ആയി രൂപാന്തരപ്പെടുന്ന അവസ്ഥയാണ് പ്ലയോനെക്സിയ. ആഴത്തിൽ വേരോടിയ ദുശീലമായി തീരുന്നതിനാൽ അത് പിന്തിരിയുക എളുപ്പമല്ല. അതിന് വിഗ്രഹാരാധന എന്നാണ് പൗലോസ് വിളിക്കുന്നത്. കൊളോസ്സസ് ലേഖനം 3:5. ചെയ്യുന്നതെന്തും സ്വന്തം നേട്ടത്തിനായി മാത്രം ചെയ്യുക, അതാണ് വിഗ്രഹാരാധനയുടെ രീതി. ഇത്തരം രീതികളൊന്നും പൗലോസും സഹപ്രവർത്തകരും ഉപയോഗിച്ചിട്ടില്ല. അതിന് ദൈവമാണ് സാക്ഷി. നമുക്കും ദൈവത്തെ സാക്ഷിയാക്കി ഇങ്ങനെയൊക്കെ പറയാൻ കഴിയട്ടെ. അപ്പസ്തോലന്മാർക്ക് ന്യായമായ പ്രതിഫലം പോലും പൗലോസ് കൈപ്പറ്റിയിട്ടില്ല. 1 കൊരിന്ത്യർ 9:14-15 അത് പറയുന്നുണ്ട്. അപ്പസ്തോലന്മാർ എന്ന വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാർ എന്ന നിലയിൽ ഘനത്തോടെ ഇരിക്കാമായിരുന്നിട്ടും ഞങ്ങൾ മനുഷ്യരിൽ നിന്ന്, നിങ്ങളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല. ഇവിടെ പൗലോസ്, സിൽവാനോസ്, തിമോത്തിയോസ് എന്നിവരെയാണ് അപ്പസ്തോലന്മാർ എന്ന് വിളിക്കുന്നത്. ഈ വിശേഷം പല അർത്ഥത്തിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അപ്പസ്തോലന്മാർ എന്ന വാക്ക് ദൈവപിതാവിൽ നിന്നുള്ള അപ്പസ്തോലനും മഹാപുരോഹിതനുമാണ് യേശു. ഹെബ്രായ ലേഖനം 3:1. അപ്പൊ ഒന്നാമത്തെ അപ്പസ്തോലൻ യേശുവാണ്. യേശു വിളിച്ച് നിയമിച്ച് വാഴിച്ച 12 പേര് അപ്പസ്തോലന്മാരാണ്. ലൂക്ക 6:13. യേശു ഉത്ഥാനത്തിന് സാക്ഷികളായ ഗണം അവർ അപ്പസ്തോലന്മാരാണ്. 1 കൊരിന്ത്യർ 15:7. പ്രത്യേക ദൗത്യമായി സഭ അയച്ച ദൂതന്മാര് അപ്പസ്തോലന്മാരാണ്. 2 കൊരിന്ത്യർ 8:23, ഫിലിപ്പിയ ലേഖനം 2:25. പിന്നീട് യേശു നേരിട്ട് വാഴിച്ചവരെ സൂചിപ്പിക്കാൻ 12 അപ്പസ്തോലന്മാർ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. അത് യേശു നേരിട്ട് നിയമിച്ചവരെ സൂചിപ്പിക്കാൻ 12 അപ്പസ്തോലന്മാർ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പസ്തോലന്മാർ എന്ന് വെറുതെ ഉപയോഗിച്ചാൽ ഇങ്ങനെ പല അർത്ഥത്തിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്നേ ഉള്ളൂ. മുലയൂട്ടുന്ന ഒരമ്മ തന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോറ്റുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഗ്രീക്കില് ഈ ട്രോഫോസ് എന്ന വാക്കിന് ആയ, പരിചാരിക, ധാത്രി, നേഴ്സ് എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ മുലയൂട്ടുന്ന അമ്മ എന്ന അർത്ഥമാണ് കൂടുതൽ ചേരുക. ചില തർജ്ജമയില് ധാത്രി എന്ന് കാണാം, ചിലപ്പോൾ ആയ എന്ന് കാണാം, പരിചാരിക എന്ന് കാണാം. ഇവിടെ പോറ്റമ്മ എന്നൊക്കെ ചിലപ്പോൾ പറയും. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുലയൂട്ടുന്ന അമ്മ എന്ന അർത്ഥമാണ് കുറച്ചുകൂടി ചേരുക. സ്വന്തം കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ നിഷേധിക്കുന്ന അമ്മയല്ല. സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടാൻ മറ്റൊരു ധാത്രിയെ നിയമിക്കുന്ന അമ്മയുമല്ല. ഇല്ലേ? ഈ സ്വന്തം കുഞ്ഞിനെ അമ്മിഞ്ഞപ്പാൽ നിഷേധിക്കുന്ന അമ്മമാരുണ്ട്. സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടാൻ മറ്റൊരു ധാത്രി, നേഴ്സിനെ നിയമിക്കുന്ന അമ്മയുമുണ്ട്. അങ്ങനെയുള്ളവരല്ല. പൗലോസും സഹപ്രവർത്തകരും തെസലോനിക്കയിലെ സഭാംഗങ്ങളും പെരുമാറിയത് ഒരു അമ്മയുടെ വാത്സല്യത്തോടു കൂടിയാണ്, ആർദ്രതയോടു കൂടിയാണ്.
നവജാത ശിശുക്കളുടെ അവസ്ഥയിലായിരുന്നു തെസലോനിക്കൽ സഭാംഗങ്ങള്. ക്രിസ്തുവർഷം 51 സഭ സ്ഥാപിച്ചു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ലേഖനം എഴുതണേ. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞ കുഞ്ഞുങ്ങളെ പോലെയാ, നവജാത ശിശുക്കളെ പോലെയാ. അതിനാല് അവരെ വിശ്വാസം നിലനിർത്താൻ തങ്ങൾക്ക് കഴിയാവുന്നതെല്ലാം പൗലോസും മറ്റുള്ളവരും ചെയ്തു. സ്വന്തം ഗർഭപാത്രത്തിൽ പിറന്ന കുഞ്ഞിനെ മടിയിലിരുത്തി മുലയൂട്ടുന്ന ഒരു അമ്മ അതിനെ ഓമനിക്കുക മാത്രമല്ല, അതിനെ അപകടം രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. അതുപോലെയായിരുന്നു പൗലോസ് തെസലോനിക്കക്കാരെ ഓമനിച്ചതും വളർത്തിയതും സംരക്ഷിച്ചതുമല്ല. അപ്പോൾ മുലയൂട്ടുന്ന ഒരു അമ്മ, ഇതാണ് മെത്രാന്മാരും വൈദികർക്കും ഉണ്ടാകേണ്ട മാതൃഭാവം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് വേണ്ടത്. അതിന് പകരം ജനത്തെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന ഇപ്പോഴത്തെ കുറെ അമ്മമാർ അങ്ങനെയാണല്ലോ, പ്രസവിച്ചപ്പോ തന്നെ ടോയ്ലറ്റിലിടുക, പ്രസവിച്ചപ്പോ തന്നെ കുപ്പത്തൊട്ടിയിലിടുക. അങ്ങനെ നമ്മുടെ മെത്രാന്മാരും വൈദികരാകരുത്. പൗലോസിനെ പോലെ ആകണം. ഞാനടക്കമുള്ള എന്നെ ഉൾച്ചേർത്താണ് ഞാൻ പറയണേ കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ നിങ്ങൾ ഓമനിച്ചത് കൊണ്ട് ദൈവത്തിന്റെ സുവിശേഷം മാത്രമല്ല, ഞങ്ങളുടെ പ്രാണൻ തന്നെയും നിങ്ങൾക്ക് പങ്കുവെച്ചു തരാൻ ഞങ്ങൾ ഒരുക്കമായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് അത്ര പ്രിയപ്പെട്ടവരാണ്. ഇങ്ങനെയൊക്കെ വൈദികർക്കും മെത്രാന്മാർക്കും പറയാൻ കഴിയട്ടെ, സത്യസന്ധമായി പറയാൻ കഴിയട്ടെ. എന്നിട്ട് പറയാണ്, പൗലോസ് പറയാണ് 9-ാമത്തെ വാക്യത്തില് ഈ അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ട് അപ്പനെ കുറിച്ചും പറയാൻ വരികയാണ്. സഹോദരന്മാരെ, ഞങ്ങൾ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് കരുതി ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ടാണ് ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിച്ചത്. അപ്പസ്തലന്മാർ എന്ന നിലയിൽ പൗലോസിനും സഹപ്രവർത്തകർക്കും തങ്ങളുടെ പരിചരണത്തിന് കീഴിലുള്ള തെസലോനിക്കൽ സഭയിൽ നിന്ന് സാമ്പത്തികവും ഭൗതികമായി സഹായം സ്വീകരിക്കാൻ അവകാശമുണ്ടായിരുന്നു. ലൂക്ക 10:7 കർത്താവ് പറഞ്ഞിട്ടുണ്ടത്. 1 കൊരിന്ത്യർ 9:13-14 പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തെസലോനിക്കയിൽ അവർ പാർത്തിരുന്ന സമയത്ത് ഈ അവകാശം അപ്പസ്തലന്മാരായ പൗലോസും സിൽവാനുസും തിമോഥെയോസും വേണ്ടെന്ന് വെച്ചു. അതിന് പല കാരണങ്ങളുണ്ട്. പൗലോസും തെസലോനിക്കക്കാരും തമ്മിലുള്ള ബന്ധം മുലയൂട്ടുന്ന അമ്മയും അവളുടെ കുഞ്ഞും തമ്മിലുള്ളത് പോലെ ആരടുപ്പത്തിൻ്റെതായിരുന്നു. കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് അമ്മ പൈസ വാങ്ങുമോ? ഇല്ല. മുലയൂട്ടുന്നതിന് കാശ് തരണമെന്ന് അമ്മ പറയോ? ഇല്ലല്ലോ. പുതുതായി രൂപം കൊണ്ട സഭയെ തങ്ങളുടെ അവകാശങ്ങൾ കൊണ്ട് ഞെരുക്കരുതെന്ന് പൗലോസ് കരുതി. പുതുതായി രൂപം കൊണ്ട സഭയാണ്. അവരുടെ പണൊക്കെ ചോദിച്ചാല് ആ സഭയ്ക്ക് ഞെരുക്കം വരും. അതുകൊണ്ട് അപ്പസ്തോലൻ എന്നുള്ള അവകാശം പൗലോസ് വേണ്ടെന്ന് വെച്ചു. അതായത് പണം സ്വീകരിക്കാൻ അവകാശം. പിന്നെ ദ്രവ്യാഗ്രഹമോ സ്വാർത്ഥതയോ അല്ല, സ്വാർത്ഥത മൂലമല്ല തങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് പൗലോസ് തീരുമാനിച്ചു. സുവിശേഷ പ്രഘോഷകർ എങ്ങനെയാണ് ഉപജീവനം കണ്ടെത്തിയിരുന്നതെന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. ഫിലിപ്പിയിലെ സഭ പൗലോസിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് വരെ അദ്ദേഹം കൂടാരപ്പണി ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തി. സ്ലീഹന്മാർ നടപടി പുസ്തകം 18:3. കൂടാരപ്പണി ഏറ്റെടുത്ത് നടത്തിക്കൊടുക്കുന്നതിന് ഒരു കട നടത്തുകയായിരുന്നു പൗലോസിന്റെ രീതി. ഒരു കട തുടങ്ങാം, ആ കടയിൽ പണി ഏൽപ്പിക്കാൻ വേണ്ടി ആൾക്കാർ വരും, അവരോട് സുവിശേഷം പ്രസംഗിക്കുക. അങ്ങനെയാണ് പുള്ളി പലയിടത്തും തുടങ്ങിയത്. ഈ പുതുവായി ചെന്ന പല പട്ടണങ്ങളിലും അങ്ങനെയാണ് സുവിശേഷ വേല പൗലോസ് തുടർന്നത്. രാവും പകലും. പകലാണ് കൂടാരപ്പണിയെങ്കിൽ രാത്രി സുവിശേഷ പ്രഘോഷണം, രാത്രിയിലാണ് കൂടാരപ്പണിയെങ്കിൽ പകൽ സുവിശേഷ പ്രഘോഷണം. ഇതിനെയാണ് രാവും പകലും അധ്വാനിച്ചെന്ന് പറയണേ. സുവിശേഷ പ്രഘോഷം കൂടാരപ്പണിയും ഒരുമിച്ച് കൊണ്ടുപോകാനായി രാവും പകലും വേല ചെയ്തു. സുവിശേഷം പ്രഘോഷിക്ക് അത്രമേൽ ആനന്ദകരമായതിനാൽ ഈ അധ്വാനവും പ്രയാസവും ആസ്വദിച്ചാണ് അദ്ദേഹം ചെയ്തത്, അല്ലാണ്ട് പ്രയാസമായിട്ടല്ല. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്രമാത്രം പവിത്രമായും നീതിയായും കുറ്റമറ്റവരായും നടന്നുവെന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. നമ്മൾ ആന്തരിക നന്മയും ദൈവത്തിലുള്ള വിശ്വസ്തതയുമാണ് പവിത്രത എന്ന് പറയണേ. എല്ലാം ക്രമത്തിലും ഉചിതമായും ചെയ്യുന്നതിനെയാണ് നീതി എന്ന് പറയണേ. ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ അവന്റെ മുമ്പിൽ കുറ്റമറ്റവരായി പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നതിനെയാണ് കുറ്റമറ്റവരായിരിക്കുക എന്ന് പറയുന്നത്, നിഷ്കളങ്കരായി പ്രത്യക്ഷപ്പെടാൻ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. 2:11. അപ്പൻ സ്വന്തം മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസനം ചെയ്തുവെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പൻ സ്വന്തം മക്കളെ എന്ന പോലെ. തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞതാണ് മുലയൂട്ടുന്ന ഒരു അമ്മ. ആ അപ്പൻ എന്നുള്ള ചിത്രത്തോട്, പ്രതീകത്തോട് ചേർന്ന് പോകുന്നത് ധാത്രിയല്ല, നേഴ്സല്ല, അമ്മയാണ്. അതുകൊണ്ട് നമ്മൾ മുലയൂട്ടുന്ന അമ്മ എന്ന് തന്നെ നമ്മൾ തർജ്ജമ ചെയ്തത്. സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടുന്ന അമ്മയെ പോലെയായിരുന്നു പൗലോസ് എന്ന് മുകളിൽ സൂചിപ്പിച്ചു. ഇവിടെ പൗലോസ് അപ്പനെ പോലെ പെരുമാറിയെന്ന് വ്യക്തമാക്കുന്നു. അമ്മ നന്നായി പോറ്റുന്നു, അപ്പൻ നല്ല പെരുമാറ്റം പഠിപ്പിക്കുന്നു. തെസലോനിക്കൽ സഭയിലെ അംഗങ്ങളുടെ
ധാർമ്മികവും ആധ്യാത്മികവും രൂപവൽക്കരണത്തിന് ആവശ്യമായതെല്ലാം ഒരു അമ്മയുടെ സ്ഥാനത്തു നിന്നും ഒരു അപ്പന്റെ സ്ഥാനത്തു നിന്നും പൗലോസ് ചെയ്തു. നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഈ വചനത്തെ തമസ്കരിക്കുമോ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ഒക്കെ? അപ്പൻ സ്വന്തം മക്കളെ എന്ന പോലെ. അപ്പോ പൗലോസ് പറയാം, ഞാൻ അപ്പനായിരുന്നു, നിങ്ങൾക്ക് പിതാവായിരുന്നു. അതുപോലെ കൊരിന്തോസുകാരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പൻ എന്ന വാക്കിന്, പിതാവ് എന്ന വാക്കിന് പല അർത്ഥമുണ്ട്. രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന അർത്ഥമല്ലല്ലോ ഇവിടെ. ദൈവപിതാവ് എന്ന് പറയുമ്പോഴും സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്ന അർത്ഥം വ്യത്യാസമില്ലേ? പിതാവ് എന്ന വാക്കിന് ഒറ്റ അർത്ഥമുള്ളെങ്കിൽ എന്തിനാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയണേ? എന്തിനാ രാഷ്ട്രപിതാവ് എന്ന് പറയണേ? അപ്പോൾ അപ്പൻ അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ ഫാദർ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ആധ്യാത്മിക പിതാവ് എന്ന അർത്ഥമുണ്ട്. ഇവിടെ ആധ്യാത്മിക പിതാവ് എന്ന അർത്ഥത്തിലാണ് ഫാദർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പൻ. അത് തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നടക്കേണ്ടതിനാണ്. ക്രിസ്തു ജീവിതത്തിന്റെ ലക്ഷ്യമാണ് ഈ പറയണേ. ദൈവത്തിന് മാത്രം ചേർന്ന ഗുണവിശേഷമാണ് ഈ ഗുണവിശേഷമാണ് രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും എന്ന് പറയുന്നത്. ദൈവത്തിന് മാത്രം ചേർന്ന ഗുണവിശേഷം. ഭൂമിയിൽ ദൗത്യം നിറവേറ്റിയ ക്രിസ്തു ഈ ദൈവിക പൈതൃകം ആസ്വദിക്കാനായി സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് ഇരുന്നു. അതിനാണ് ഈ മഹത്വം എന്ന് പറയണേ. ദൈവത്തിന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും അതിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന രാജകീയ പിതൃസ്വത്ത്, ദൈവിക തേജസ്, അത് ആസ്വദിക്കാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഈ സ്വർഗരാജ്യത്തിന്റെ പൂർണ്ണത വിശുദ്ധർക്ക് നൽകപ്പെടുന്നു. വിളിക്ക് യോഗ്യതയില്ലാത്തവർക്ക് അത് നിഷേധിക്കപ്പെടുന്നു. തീർച്ചയായും ദൈവത്തിന്റെ വിളി നമ്മിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. കാരണം ദൈവം വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വലിയ സമ്മർദ്ദമാണ്. പക്ഷെ ആ സമ്മർദ്ദത്തെ നമ്മൾ സ്വീകരിക്കണം. അതിൽ സഹായിക്കാനായിട്ട് പരിശുദ്ധ റൂഹായുടെ തുണ നമ്മൾ തേടണം. പരിശുദ്ധ അമ്മയുടെ സഹായവും പ്രാർത്ഥന സഹായവും നമ്മൾ തേടേണ്ടതുണ്ട്. ഇങ്ങനെ അമ്മയും അപ്പനുമായി പ്രവർത്തിക്കാൻ പൗലോസ് ചെയ്തതുപോലെ അമ്മയും അപ്പനുമായി വർത്തിക്കാൻ മെത്രാന്മാർക്കും വൈദികർക്കും കുടുംബസ്ഥർക്കും ഒക്കെ കഴിയട്ടെ. അപ്പോഴാണ് ശരിക്കും സുവിശേഷം എല്ലായിടത്തും വളരെ ശക്തമായ രീതിയിൽ ദ്വന്ദ്വയുദ്ധം പോലെ, പോരാട്ടം പോലെ നമുക്ക് നന്നായിട്ട് പ്രസംഗിക്കാനായിട്ട് കഴിയുക. കാരണം ആ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഈ ആർദ്രത, സ്നേഹം, അമ്മയുടെ മുലയൂട്ടുന്ന അമ്മയുടെ ആ കരുതല്, ശിക്ഷണം പഠിപ്പിക്കുന്ന അപ്പന്റെ ആ കരുതല്, അല്ലെങ്കിൽ ആ ഡിസിപ്ലിൻ, അച്ചടക്കം, ഇതെല്ലാമാണ് സുവിശേഷ പ്രഘോഷകനും സഭയിലും, സുവിശേഷ പ്രഘോഷകർക്കും സഭയിലും മെത്രാന്മാർക്കും വൈദികരും ഒക്കെ വേണ്ടത്. അതുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.